എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടൊരു കൊഞ്ച് മസാല ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയാം, കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഇപ്പോൾ കല്യാണം കഴിച്ച് നിൽക്കുന്ന കുട്ടികൾക്കുമാണ് ഞാൻ കൂടുതലും അവർക്ക് എളുപ്പമുള്ളത് കാണിക്കുന്നത്. കാരണം സാധാരണ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് എന്നെ പ്രോത്സാഹിച്ചവർക്കും എനിക്ക് ഷെയർ ചെയ്തതും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഒരു 20 കൊഞ്ചുണ്ട് കേട്ടോ. 20 കൊഞ്ച് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് വലിയ ഉള്ളിയാണ്. അതിൻ്റെ കൂടെ ഒരു 5 കുഞ്ഞുള്ളിയും കൂടെ, 5-6 കുഞ്ഞുള്ളിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ചേർക്കണ്ട കേട്ടോ. ഞാൻ ഉള്ളി ഒരുപാട് ചേർക്കുന്നുണ്ടാവും, ഒരു 3/4 കപ്പ്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് ഒരു 7-8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു 1.5 ടൊമാറ്റോ. പിന്നെ ഇത് കൊഞ്ച് വൃത്തിയാക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ കൊഞ്ച് വൃത്തിയാക്കി കാണിച്ചു തരാം. അതെനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ 2 കുട്ടികൾ എന്നോട് വിളിച്ച് ചോദിച്ചതാണ്, കൊഞ്ച് മസാല ഉണ്ടാക്കുന്ന കാണിക്കണം, കൊഞ്ച് വൃത്തിയാക്കുന്നത് കാണിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെയെന്നുള്ളത്. ഇങ്ങനെ എടുത്ത് എന്നിട്ട് ഇതിൻ്റെ ചിലർ തല ഉപയോഗിക്കുന്നവരുണ്ട്, ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇത് നല്ല ടേസ്റ്റുള്ള ഭാഗമാണ് കണ്ടോ. ഇനി അതിൻ്റെ നടുക്കത്തെ ഒരു സാധനമുണ്ട് കണ്ടോ, ഇത് അതിൻ്റെ ഒരു അഴുക്കാണിത്, ഇതെടുത്ത് കളയണം. ഇത് കണ്ടോ, ഇതാണ്, ഇങ്ങനെയാണ് കൊഞ്ച് വൃത്തിയാക്കുന്നത്. എടുത്ത് കളഞ്ഞു. ഇനി അടുത്തത് തല ഒട്ടും വേണ്ടാത്തവർക്ക് ഇതേ തല വെച്ചങ്ങനെ മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി വൃത്തിയാക്കാം. കണ്ടോ, എന്നിട്ട് കത്രിക വെച്ചും ചെയ്യാം കേട്ടോ. കണ്ടോ, അതിൻ്റെ അകത്തൊരു അഴുക്കിരിക്കുന്നുണ്ട്, ഈ അഴുക്ക് ഇങ്ങനെ ഇങ്ങെടുത്ത് കളയണം. കണ്ടോ, ഇങ്ങനെയാണ് കൊഞ്ച് വൃത്തിയാക്കുന്നത്. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾക്ക് ചെമ്മീൻ ചേർക്കാനുള്ള മസാല ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യം ചെമ്മീൻ ഇടുക. പിന്നെ അതിൽ ചേർക്കേണ്ടത് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ. എരിവ് കുറഞ്ഞ മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ചേർക്കുന്നത്. 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്ര മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് 1/2 സ്പൂൺ. കുരുമുളക് ഇച്ചിരി കൂടെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത്ര ഇട്ടിട്ട് ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുകയാണ് ഞാൻ കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട്, പിങ്ക് സോൾട്ട് വേണമെങ്കിലും ഇടാം കേട്ടോ. ഇത്ര മസാല ഇട്ടാൽ മാത്രം മതി. ഇനി നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് മസാലയും കൂടെ ഇടും കേട്ടോ. ഇത്ര ഇട്ട് വെച്ചാൽ മാത്രം മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കൊഞ്ച് ഞാൻ 15 മിനിറ്റ് മസാല വരട്ടി വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പം ആദ്യം നമുക്ക് എണ്ണ ഒഴിക്കാം. ഒരു 3 സ്പൂൺ എണ്ണ ഒഴിക്കണം കേട്ടോ. കാരണം കൊഞ്ച് അതിൽ നിന്ന് ഫ്രൈ ആവണം. ഫ്രൈ ആയതിനു ശേഷമാണ് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ഇതിന് കടുകൊന്നും താളിക്കണമെന്നില്ല കേട്ടോ. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഞങ്ങളെ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയാണ്. ഞാനിനി കൊഞ്ചിട്ട് കൊടുക്കാം. മസാല പറ്റിയ നമ്മൾ കൊഞ്ചിട്ട് കൊടുക്കുകയാണേ. കുരുമുളക് അധികം ഇട്ടുകൊണ്ടാണ് കൊഞ്ചിന് അത്ര നിറമില്ലാത്തത് കേട്ടോ. കുരുമുളക് ഞാൻ അധികം ഇട്ടിട്ടുണ്ട്, 1 സ്പൂണോളം കുരുമുളക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊഞ്ചിന് നിറം തോന്നാത്തത്. എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി മല്ലിപ്പൊടി ചേർക്കാനുണ്ട് കേട്ടോ.
ആദ്യം ഞാൻ കൊഞ്ച് ഫ്രൈ ചെയ്യും. ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉള്ളി അതിൻ്റെ കൂട്ടത്തിലിടുന്നത്. ഇനി ഉള്ളി സെപ്പറേറ്റ് ഞാനിനി ഫ്രൈ ചെയ്യത്തില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു കൊഞ്ച് വെന്ത് കഴിഞ്ഞോടെ ഞാൻ ഉള്ളി ഇടും. ഉള്ളി ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഞാൻ ഇട്ട് വഴറ്റും. ഇതിൽ കൂടെ തന്നെയാണ് ഇടുന്നത്. സെപ്പറേറ്റ് ഞാൻ ഉള്ളി ഇനി വഴറ്റത്തില്ല. അപ്പം ഞാൻ ഇതിന് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. തുറന്ന് നോക്കാം. കണ്ടാ കൊഞ്ചെല്ലാം വെന്ത് പാകമാകും. എണ്ണ തെളിഞ്ഞു. ഇനി ഈ എണ്ണയിലാണ് നമ്മൾ ഉള്ളി ഇട്ട് വഴറ്റുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അല്പം ഞാൻ പറഞ്ഞില്ല മുളക് പൊടി ഇച്ചിരി കൂടെ ഇടണമെന്ന്. അല്പം മുളക് പൊടി ഇടുക. അല്പം മുളക് പൊടി. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടണം കേട്ടോ. ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ശകലം ഗരം മസാല ഇട്ടു. ഞാൻ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ഓക്കെ, ഒരു അര സ്പൂൺ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാക്കൊത്തിടാം കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ തേങ്ങാക്കൊത്തിട്ടില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ കൊഞ്ചിടുന്ന സമയത്ത് തന്നെ തേങ്ങാക്കൊത്തും കൂടെ ഇട്ടിട്ട് ഒന്ന് ഒപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങാക്കൊത്ത് ഇടയ്ക്ക് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇത് മസാല എല്ലാം റെഡിയായി. ഇനി നമ്മളിതിൽ ഉള്ളി ഇടുകയാണ്. ഉള്ളിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പച്ചമുളക്, തക്കാളി ഇപ്പം ഇടത്തില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ഉള്ളി വഴറ്റി. അപ്പം നമുക്ക് ഈ ഉള്ളി ഇപ്പം ഇതിൽ കൂടെ ഇട്ട് വഴറ്റുന്നതെന്ന് വെച്ചാൽ ആ കൊഞ്ചിൻ്റെ സൂപ്പും എല്ലാം ഈ ഉള്ളിയിൽ പിടിക്കുകയും ചെയ്യും. നമുക്ക് അധികം എണ്ണയും വേണ്ട. ഇതിൽ കിടന്ന് ഇങ്ങനെ ഇട്ടോളും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിക്കണം എല്ലാവരും കേട്ടോ. എന്നിട്ട് കമൻറ്റ് പറയണം. എനിക്ക് ഇത് കാണാത്ത എൻ്റെ കുക്കിംഗ് കാണാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. കമൻറ്റ് പറയണം കേട്ടോ. നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കമൻറ്റ് പറയണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് നേരം അടച്ച് വയ്ക്കേ, ആ ഉള്ളി ഒന്ന് വാട്ടിക്കിട്ടാനായിട്ട്. നമുക്കിത് തുറന്നു നോക്കാം. ഉള്ളി എല്ലാം വഴണ്ട് വരുന്നുണ്ട്. ഉള്ളി വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ തക്കാളി ചേർക്കാവൂ, അല്ലെങ്കിൽ തക്കാളി ഉള്ളിയും കൂടെ നല്ലോണം വേവത്തില്ല. ഇനി ഞാൻ തക്കാളി ഇടണം. 1.5 തക്കാളിയാണ് കേട്ടോ. ഇതിൽ പുളിയൊന്നും ചേർക്കണ്ട, കാരണം തക്കാളിയുടെ പുളിയുണ്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഉപ്പിടാം. കുറച്ച് ഉപ്പ് ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ. ഇച്ചിരി ഉപ്പ് കൂടെ ഇടുകയാണ് കേട്ടോ. ഉപ്പൂടെ ഇട്ട് ഇതിൽ വെള്ളം ഒരു തുള്ളി വെള്ളം ഞാൻ ഒഴിക്കത്തില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ച് വേവിക്കാം. ഇനി 2 തിണ്ട് കറിവേപ്പില അറിയാമല്ലോ. ഇത് നമ്മുടെ വീട്ടിലെ സ്വന്തം കറിവേപ്പിലയാണ്. ഇഷ്ടം പോലെ ഇട്ടോ. ഇങ്ങനെ ഞെരടിയിട്ടിട്ടോ, ഇഷ്ടം പോലെ ഇട്ടോളൂ. എണ്ണയൊന്നും ഒഴിക്കണ്ട. ഒന്നും കൂടി ഒന്ന് ഇളക്കട്ടെ. നല്ല മണമുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പില ഇട്ടപ്പോഴത്തേക്ക്. ഇനി ഈ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിൽ ഉള്ളിയെല്ലാം വഴണ്ട് ഇത് നല്ല ഡ്രൈ ആയി വരും കേട്ടോ. ഇനി അടച്ച് വേവിക്കാം. അടച്ച് കുറച്ച് നേരം ഇരിക്കണം. ഒരു 5 മിനിറ്റ് കഴിയും. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഏകദേശം റെഡിയായി. എല്ലാം റെഡിയായി. തക്കാളി ഉടയാത്ത തക്കാളി നമ്മളൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം കേട്ടോ. തക്കാളിയുടെ ആ നീരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഞാനിത് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്താണ്. കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികൾ ഇത് ട്രൈ ചെയ്താണ് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് പാകമായി വെള്ളമെല്ലാം വറ്റി. അപ്പം നമുക്ക് എണ്ണ അധികമായിട്ടില്ല. നമ്മൾ ആദ്യം ഒഴിച്ച ആ 3 സ്പൂൺ എണ്ണ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കേട്ടോ, ഉള്ളി എത്ര ചേർക്കുന്നോ ടേസ്റ്റാണ്. ഇതിൽ തേങ്ങക്കൊത്ത് ചേർത്താലും ടേസ്റ്റാണ്. അപ്പം നമുക്കിനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. ദൈവം കേട്ടെ. ഓക്കെ, അപ്പം നമ്മളെ കൊഞ്ച് മസാല റെഡി ആയിട്ടുണ്ട്. നോക്ക്, ഇത് കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയാണ്. എരിവൊക്കെ വളരെ കുറവാണ്. എരിവ് കുറച്ചുകൂടെ വേണമെങ്കിൽ കുരുമുളക് ഇടാൻ കേട്ടോ എല്ലാവർക്കും. ഇത് നല്ല ടേസ്റ്റാണ്. കുട്ടികളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അമ്മമാരും ഉണ്ടാക്കി നോക്കണം. അമ്മമാരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുറച്ചേ ഉള്ളൂ, ഒരു 20 കൊഞ്ച്. അപ്പം നമുക്കൊരു 3 പേർക്ക് കഴിക്കാനുണ്ടാവും. എന്താ
അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയട്ടെ, ഇത് കാണാത്തവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പിന്നെയും കാണാം. ബൈ ബൈ.